ഇതൊരു സ്പെഷ്യൽ സ്കീമിൽ ഇറക്കിയതാണ്. അതെ അതെ, കേരളത്തിന് മാത്രം ഇറക്കിയ വണ്ടിയാണ്. ഓണത്തിന്റെ ടൈമിൽ കേരളത്തിന് വേണ്ടി മാത്രം കൊടുത്തൊരു ഓഫറാണ്, സ്പെഷ്യൽ സ്കീമിൽ ഇറക്കിയ ഒരു വാഹനമാണ്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ വിളിച്ചോ. പിന്നെ തീർന്നു പോയിട്ട് പിന്നെ സങ്കടപ്പെടണ്ട, കാരണം ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ വിലക്ക് വണ്ടി എടുക്കേണ്ടി വരും. അതെ, ഈ ഒരു മോഡലും ഉണ്ടാവില്ല. ഈ ഒരു മോഡലും ഉണ്ടാവില്ല, ഈ ബ്ലാക്ക് മോഡലും ഉണ്ടാവില്ല, ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അവയുടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? അത് എല്ലാ മോഡലും കിട്ടുന്നുണ്ട്. എല്ലാ മോഡലും നമുക്ക് 75,000 rupees കൊടുക്കുന്നുണ്ട്. അൽക്കസറിന്റെ എല്ലാ വേരിയന്റിനും അതേ ഓഫർ കിട്ടുന്നുണ്ട്. ഈ ഓണത്തോടനുബന്ധിച്ചുള്ള ഓഫറാണ്. അത്രയും സ്റ്റൈലിഷ് ലുക്കുള്ളൊരു മിഡ് സൈസ് SUV. ഓക്കെ, അപ്പോൾ ക്രെറ്റേന്റെ ഓഫർ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 രൂപയാണ് ഈ മാസം ഓഫർ വരുന്നത്, ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 4,99,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു പുതിയ i10 Nios സ്വന്തമാക്കാം. ഹ്യുണ്ടായി i10 Nios നമ്മുടെ കേരളത്തിൽ മാത്രം കൊടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫർ സ്കീമാണ് കേട്ടോ. അതായത് ഹ്യുണ്ടായി കാസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓണത്തോടനുബന്ധിച്ചിട്ട് കേരളത്തിൽ മാത്രം, വേറെ ഒരു സ്റ്റേറ്റിലും നിങ്ങൾക്ക് ഈ വിലയ്ക്ക് ആ ഒരു വാഹനം കിട്ടൂല. i10 Nios 4,99,000 എക്സ്ഷോറൂം പ്രൈസാണ്. ഓൺ റോഡൊക്കെ വരുമ്പോൾ 5,85,000. എന്നാലും നിങ്ങൾ വേറെ ഏത് സ്റ്റേറ്റിലും അന്വേഷിച്ചു എവിടെയും നിങ്ങൾക്ക് കിട്ടൂല. അങ്ങനെ പുതിയ ഹ്യുണ്ടായി കാറുകളുടെ ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ വന്നിരിക്കുന്ന ഷോറൂം പോപ്പുലർ ഹ്യുണ്ടായി കൊച്ചി വൈറ്റില ഷോറൂമിലാണ്. നല്ല കിടിലൻ ഓഫേഴ്സ്, ക്രെറ്റ, വെന്യൂ, എക്സ്ട്രാ തുടങ്ങിയ എല്ലാ മോഡൽ വാഹനങ്ങൾക്കും ഈ ഓണത്തോടനുബന്ധിച്ചിട്ട് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് നിസാം ഭായിനെ സ്വാഗതം ചെയ്യാം. ഹായ് ബ്രോ, സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ നിസാം ഭായി ആയിരുന്നു. ഇത്തവണ ഞാൻ തന്നെ. അപ്പൊ ഇത്തവണ നല്ല വെടിക്കെട്ട് ഓഫർ ആണല്ലോ ഹ്യുണ്ടായി കൊടുക്കുന്നത്, ഇതുവരെ കൊടുത്തതിനേക്കാളും അല്ലേ? പിന്നെ ഭയങ്കര ക്രെറ്റക്കൊക്കെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഓഫർ കൊടുക്കുന്നുണ്ട്. 1,05,000 രൂപ ഓഫർ കൊടുക്കുന്നുണ്ട്. ഓഫർ ഉണ്ട്. അത് ഓരോ വണ്ടിക്കും വ്യത്യസ്തമാണ് കേട്ടോ. ഓരോ വണ്ടിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, സ്പെക്ക്, പിന്നെ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ, എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊച്ചി വൈറ്റിലയാണ് പോപ്പുലർ ഹ്യുണ്ടായി ഷോറൂം ലൊക്കേഷൻ വരുന്നത്. പക്ഷേ ഹോം ഡോർ ഡെലിവറി കൊടുക്കും അല്ലേ? നിങ്ങളുടെ കേരളത്തിൽ എവിടെയാണ് നമുക്ക് ഹോം ഡെലിവറി കൊടുക്കാൻ പറ്റും. ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പുതിയ വണ്ടിയല്ലേ, വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനൊന്നുമില്ല അല്ലേ, കമ്പനി വാറണ്ടി ലഭിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്തു തരും നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി. ഈ സ്കീം മറന്നുകൊണ്ടാ, ഹ്യുണ്ടായി i10 Niosന്റെ സ്കീം ഈ ഓണത്തിന്റെ ടൈമിൽ മാത്രമേ ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞാൽ റേറ്റ് പിന്നെ കൂടും കേട്ടോ. റേറ്റ് അതിന്റെ പഴയ റേറ്റിലേക്ക് തന്നെ പോകും. കേരളത്തിന് മാത്രം വേണ്ടി സ്പെഷ്യൽ സ്കീമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോ. പിന്നെ നമ്മൾ കൊച്ചിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് കൊച്ചിയിൽ എത്ര സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ദയവായിട്ട് എല്ലാവരും ഒന്ന് കമന്റിൽ പോവാം. കൊച്ചിക്കാർ കംപ്ലീറ്റ് ഒന്ന് കമന്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ വണ്ടികളുടെയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോകാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. എല്ലാ വാഹനങ്ങളുടെയും പുതിയ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓഫേഴ്സും അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലേക്ക് പോകും അല്ലേ? ആദ്യം നമുക്ക് ഹ്യുണ്ടായി അൽക്കസാറിൽ തുടങ്ങാം. ഇത് 6 സീറ്ററോ 7 സീറ്ററോ? ഇത് കിടക്കുന്ന 7 സീറ്റർ മോഡൽ. 7 സീറ്റർ ആണ് അൽക്കസാർ. അപ്പോൾ അൽക്കസാറിന്റെ ഡീറ്റെയിലേക്ക് പോവാം. അതായത് സാധാ യൂസ്ഡ് കാർ പറയുന്ന ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ. പിന്നെ ഇതിലിപ്പോ എത്ര ഓഫർ നിങ്ങൾ പോകുന്നത്? നമുക്ക് അൽക്കസാറിന് 75,000 rupees ആണ് ബെനിഫിറ്റ് കൊടുക്കുന്നത്. പ്രൊഡക്റ്റിന് 75,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? അത് എല്ലാ മോഡലും കിട്ടുന്നുണ്ട്. എല്ലാ മോഡലും നമുക്ക് 75,000 rupees കൊടുക്കുന്നുണ്ട്. അൽക്കസാറിന്റെ എല്ലാ വേരിയന്റിനും അതേ ഓഫർ കിട്ടുന്നുണ്ട്. ഈ ഓണത്തോടനുബന്ധിച്ചുള്ള ഓഫറാണ്. ഇതിപ്പോ ഓൺ റോഡ് എത്ര പ്രൈസ് വരുന്നത്? നമുക്ക് അൽക്കസാർ പെട്രോൾ ആയാലും ഡീസൽ ആയാലും 27 ലക്ഷം രൂപ വരുന്നത്. പെട്രോളും ഡീസലിനും 27 ഒരേ വില തന്നെയാണ്. അത് ശരി. ഓക്കെ, പൊതുവെ എങ്ങനെ മൈലേജ്? അതെ, നമുക്ക് ഡീസലിന് കമ്പാരിറ്റീവ്ലി നല്ല മൈലേജ് ഇടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് വെച്ചൊക്കെ ആണെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ ആണ് ഒരു 18-19 ഒക്കെ കിട്ടും. പിന്നെ തീർച്ചയായിട്ടും 18-19 കിട്ടുന്ന കസ്റ്റമേഴ്സും നമുക്കുണ്ട്. പെട്രോളിൽ അത്യാവശ്യം ഒരു 14-15 റേഞ്ച് ഉണ്ടാവും. പിന്നെ ഏകദേശം പെട്രോൾ ഒരു 12 to 14 ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 7 സീറ്റർ വാഹനമാണ് അൽക്കസാർ എന്ന് പറയുന്നത്. പിന്നെ വാറണ്ടി എങ്ങനെയാ? 3 വർഷത്തേക്കാണല്ലേ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? 3 years അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത്. 7 years 140 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, ഈ 27 lakhs എന്ന് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ആണ്. അത് ഇൻഷുറൻസ് എല്ലാം അടക്കം അതിന്റെ 27 lakhs ആണ് നമുക്ക് ഓൺ റോഡ് വരുന്നത്. ഒന്നുമില്ല, 27 ലക്ഷമാണ് പെട്രോളും ഡീസലിനും ഫുൾ ഓപ്ഷന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സ്റ്റാർട്ടിംഗ് എത്ര വരുന്നുണ്ട് ഇതിന്റെ? സ്റ്റാർട്ടിംഗ് നമുക്ക് ഏകദേശം 17 ലക്ഷം രൂപ മുതൽ അൽക്കസാർ അവൈലബിൾ ആണ്. പെട്രോൾ മാനുവൽ സ്റ്റാർട്ടിങ് 17 ലക്ഷത്തിന് അവൈലബിൾ ആയിട്ടുണ്ട്. 7 സീറ്റർ വാഹനമാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇപ്പോൾ 75,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ആണ്. 75,000 രൂപ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ അൽക്കസാറിന് ഓണത്തോടനുബന്ധിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ വണ്ടീനെ പറ്റി
എന്തെങ്കിലും പറയണ്ടോ? കാര്യമായ മാറ്റങ്ങളും വണ്ടിക്ക് അത് ശരിക്കും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ലൈനപ്പും ഒരേ ഫേസിലേക്ക് അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക് തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്? ബേസിക് തന്നെ വെഹിക്കിളിൽ 4 വീൽ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. പിന്നെ 6 എയർ ബാഗ് വെഹിക്കിളകത്ത് കൊടുക്കുന്നുണ്ട്. അത് മാൻഡേറ്ററി ആയി. പിന്നെ ഡുവൽ സോൺ AC നമ്മൾ കൊടുത്തിട്ടുണ്ട് ബേസ് മോഡലിൽ തന്നെ. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും വെഹിക്കിൾ ഓൾമോസ്റ്റ് പെട്രോൾ ബേസ് മോഡലിൽ തന്നെ നമ്മൾ സൺറൂഫും കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ബേസിൽ അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ടോപ്പിലേക്ക് പോകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ബേസിൽ തന്നെ അത്രയും വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അൽക്കസാർ നോക്കുന്നവരുണ്ടെങ്കിൽ ഇതിനൊക്കെ സാലറീഡ് പേഴ്സൺസ് ആണെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 0 EMI എടുക്കാൻ പറ്റും, 0 ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റുന്നു. ഓക്കെ, അതങ്ങനെ തന്നെ കൊടുക്കാം അല്ലേ? പിന്നെ സാലറി കസ്റ്റമേഴ്സിന് 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. നോൺ ഇൻകം പ്രൂഫ് NIP ഉള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഓൺ റോഡ് 95 വരെ ഫണ്ടിങ്ങും ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോണിന്റെ പേപ്പേഴ്സ് എന്തൊക്കെ? നമുക്ക് നോർമൽ ഇപ്പോൾ സാലറീഡ് ആണെങ്കിൽ സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം, ബാക്കി ആധാർ കാർഡ് ഇതൊക്കെ തന്നെ നോർമൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് കൊടുത്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ പറ്റും. പിന്നെ ഡോർ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ അത് ഇവർ ചെയ്ത് അറേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് അൽക്കസാറിന്റെ ഡീറ്റെയിൽ. ഇത് നമുക്ക് അടുത്ത മോഡൽ ഹ്യുണ്ടയുടെ എക്സ്ട്രാ ആണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് അല്ലേ? നല്ല സെയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എക്സ്ട്രാ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം നമ്മൾ നിയോസിന് ഓഫർ കൊടുത്തില്ലേ? ബേസ് മോഡലിന് 5,85,000 രൂപ ഓൺ റോഡ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ കൊടുത്തില്ലേ കേരളത്തിന് മാത്രം? ആ ഓഫർ കഴിഞ്ഞ തവണ കൊടുത്തത് എക്സ്റ്റർനായിരുന്നു അല്ലേ? ആ സമയത്ത് നല്ല മൂവായി, നല്ല സെയിൽ. ഇപ്പോഴും നല്ല സെയിൽ ഉണ്ട്. ഇപ്പോഴും അത്യാവശ്യം നല്ല ഇപ്പൊ കണ്ടോണ്ടിട്ടുണ്ട് കുറെ വണ്ടികൾ റോഡിൽ ഇങ്ങനെ കാണുമ്പോൾ. നിനക്ക് ഇഷ്ടംപോലെ വെഹിക്കിൾ ഇന്ത്യൻ മാർക്കറ്റ് നിരക്കിലുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനമാണ്. അതെ, ശരിക്കും പറഞ്ഞാല് സബ് 4 മീറ്ററിൽ വരുന്നത് കോമ്പാക്ടിന്റെ താഴത്തെ സെഗ്മെന്റ് ആണ്, മൈക്രോ SUV. ആ ഒരു സെഗ്മെന്റ് വാഹനമാണ് ഈ എക്സ് വരുന്നത്. ഓക്കെ, തീർച്ചയായും. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ഈ വെഹിക്കിളിൽ മാത്രമേ ഉള്ളൂ 8 ലക്ഷം രൂപ താഴെ ഫുൾ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 8 ലക്ഷത്തിന്റെ താഴെ അല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക് വാഹനം, അത് മൈക്രോ SUV സെഗ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക്. ഇതേതാ ഓപ്ഷൻ വരുന്ന ഫുള്ള? ഇപ്പൊ കിടക്കുന്നത് HX6 എന്ന് പറഞ്ഞ മിഡ് വേരിയന്റ് ആണ്. പക്ഷേ കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ആണ് ഹ്യുണ്ടായി ഓഫ്ലോഡ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റ്. ഓക്കെ, സൺറൂഫ് അടക്കം വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ വേരിയന്റ് തന്നെ ഉണ്ട്. ബേസിൽ എന്തൊക്കെ വരും? നമുക്ക് ബേസിൽ 6 എയർ ബാഗ് മാൻഡറ്ററി ആണ്, നേരത്തെ പറഞ്ഞ പോലെ. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പിന്നെ സെൻട്രൽ വിൻഡോസ് ഒക്കെ 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് അല്ല, മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബട്ട് സീറ്റ് ഹൈറ്റ് ആൻഡ് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രാ പൊതുവെ എങ്ങനെ മൈലേജ്? 12-15 തന്നെയാ. എക്സ്ട്രാ നമുക്കൊരു 16 ഒക്കെ മൈലേജ് കിട്ടും സിറ്റീസിൽ. മാനുവല് ഓട്ടോമാറ്റിക്കലി ഏകദേശം ഒരു 2 കിലോമീറ്റർ വ്യത്യാസം വരും, മൈലേജ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എക്സ്റ്ററിന്റെ ബേസ് മോഡലിന് ഓൺ റോഡ് എത്ര വരുന്നുണ്ട് ഇപ്പോൾ? എക്സ്റ്റർ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 770 ഉള്ളൂ. ഓട്ടോമാറ്റിക്കിന് 770 ഓൺ റോഡ് വരുന്നുണ്ട് അല്ലേ? എല്ലാ ചാർജസ് അടക്കാണ് ഓൺ റോഡ് പ്രൈസ്. ബേസ് ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക്കിന് ഈ മാസത്തെ റേറ്റ്. ബേസ് മാനുവൽ ആണെങ്കിൽ ഏകദേശം ഒരു 6.5 ലക്ഷം രൂപ ഓൺ റോഡ് പോകും. 6 ലക്ഷം മുതൽ തുടങ്ങുന്നുണ്ട് കേട്ടോ ബേസ് മാനുവലിന്. ഇനി ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്കിന് എത്ര ഉണ്ടാവും? ഏകദേശം നമുക്ക് 11 ലക്ഷം രൂപയാണ് ഓട്ടോമാറ്റിക് വരുന്നത്. 11 ലക്ഷം രൂപയോളം ഏകദേശം വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കിന്. മാനുവൽ ആകുമ്പോൾ ഒരു 10,30,000 രൂപ അടുത്താണ് വരുന്നത്. 10-30. ഓക്കെ, അപ്പോൾ ഇത് ഈ മാസം റേറ്റ് ആണോ പറഞ്ഞത്? എല്ലാ ഈ മാസം ഓഫേഴ്സ് റേറ്റാ. അപ്പൊ ശരിക്കും എത്ര ഓഫർ വരുന്ന ഈ മാസം ഡിസ്കൗണ്ട് കൊടുത്തത്? ഈ വാഹനത്തിന് 60,000 രൂപ ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ 60,000 കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ, മാറിപ്പോണ്ട. ഇനി ഇതിന്റെ മുകളിൽ നിന്ന് 60,000 കുറക്കുന്നില്ല. പഴയ പ്രൈസ് ഇതിലും കൂടുതലായിരുന്നു. അത് ഓഫർ കഴിച്ചിട്ടുള്ള ഈ മാസത്തേക്ക്, അതായത് ഓണത്തിന് മാത്രം, ഓഗസ്റ്റ് 28 അല്ലേ? അതെ, ഓഗസ്റ്റ് 28 വരെ അത് വരെയുള്ള ഓഫറാണ്. അതിന്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കാണുമ്പോൾ തന്നെ വെഹിക്കിൾ ശരിക്കും ഫേസ് ലിഫ്റ്റ് വന്നതാണ്, നേരത്തെ കണ്ട മോഡൽ അല്ല. ജസ്റ്റ് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ കറന്റ് റൺ ചെയ്യുന്ന എക്സ്റ്റർ. ഓക്കെ, അടുത്തതാ മിഡ് സൈസ് SUV സെഗ്മെന്റിലെ ഹ്യുണ്ടായുടെ തുറുപ്പ് ചീട്ട് ഐറ്റമാണ് ഹ്യുണ്ടായി ക്രെറ്റ അല്ലേ? എല്ലാവരും ഹ്യുണ്ടായി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ഒരു വാഹനം മനസ്സിൽ ക്രെറ്റ അല്ലേ? ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ക്രെറ്റയാണ്. അത്രയും സ്റ്റൈലിഷ് ലുക്കുള്ളൊരു മിഡ് സൈസ് SUV. ഓക്കെ, അപ്പൊ ക്രെറ്റന്റെ ഓഫർ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1,05,000 രൂപയാണ് ഈ മാസം ഓഫർ വരുന്നത്, ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ. അപ്പൊ നമുക്ക് ആ ഓൺ റോഡ് അതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്തായാലും ഇതേതാ മോഡൽ വരുന്നത്? ഏത് ഓപ്ഷൻ? ഇതിപ്പോ കിടക്കുന്ന S ഓപ്ഷൻ എന്നുള്ള മിഡ് വേരിയന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. S ഓപ്ഷൻ. ഓക്കെ, ഈ വാഹനത്തിന്റെ ഏകദേശം ഒരു 17,50,000 രൂപയാണ് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് വരുന്നത്, വിത്തൗട്ട് ഡിസ്കൗണ്ട്. നമുക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോഴേക്കും പിന്നെയും നമുക്ക് പിന്നെ ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ഇല്ലാണ്ടുള്ള പ്രൈസ് ആണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അതിന്റെ വില 1,05,000 പിന്നെയും കുറയും. ഓക്കെ, ടോട്ടൽ ബെനിഫിറ്റ് ആണ് 1.05. ടോപ്പ് എൻഡ് ഇത് പറഞ്ഞു. ബേസ് വരുമ്പോൾ വരുമ്പോഴത്തേക്കും പെട്രോൾ മാനുവൽ വരുമ്പോഴത്തേക്കും 12,50,000 രൂപ ഓൺ റോഡ് വരുന്നത്. 12.50. ഡീസലിലേക്ക് വരുമ്പോൾ
1450 ബേസിന്. ബേസ്. ഓക്കെ. ടോപ്പിലേക്ക് പോകുമ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ 2350 രൂപയാണ് ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്കിന് വരുന്നത്. ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്കിന് അതിൽ 1,50,000 ഈ മാസം കുറയുണ്ട് കേട്ടാ. ആ പ്രൈസിൽ നിന്ന് ഈ മാസമാണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു. ഇനി മാസം കഴിഞ്ഞു പോയിട്ട് പിന്നെ ഓഫർ കഴിഞ്ഞു പോയിട്ട് പിന്നെ 1 ലക്ഷം കൂട്ടി എടുക്കേണ്ടി വരും. ഈ പറഞ്ഞ പ്രൈസിൽ എടുക്കേണ്ടി വരും കേട്ടോ. അതിനേക്കാൾ 1,50,000 രൂപ കുറച്ചിട്ട് നിങ്ങൾക്ക് ക്രെറ്റ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ക്രെറ്റയും എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു മൈലേജ് കിട്ടുന്ന സെഗ്മെന്റ് തന്നെയാണ്. അതെ, ക്രെറ്റ ഡീസൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല ഫീഡ്ബാക്ക് ഉള്ള എഞ്ചിനാണ്. കസ്റ്റമേഴ്സിന് 24 ഇത് തന്നെയാണ് അൽക്കാസറിലും സെയിം അൽക്കാസറും. അതെ, നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് വെച്ച് പറയുവാണെങ്കിൽ ഏകദേശം 23-24 മൈലേജ് ഉള്ള പ്രൊഡക്റ്റ് ആണ് ക്രെറ്റന്റെ ഡീസൽ എഞ്ചിൻ. അത്രയും കിട്ടുന്നുണ്ട്. അത്രയും മൈലേജ് കസ്റ്റമർ ഫീഡ്ബാക്സ് ആണ്. ഓക്കെ. അപ്പൊ നമ്മളെ കസ്റ്റമേഴ്സ് കാണുന്നുണ്ട്, അവര് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടാ? എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു അറിവായല്ലോ. പിന്നെ പെട്രോളിന് കമ്പാരിറ്റീവ്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 13-14 ഒരു ഏകദേശം മൈലേജ് വരുന്നത്. പക്ഷെ ഡീസലിലേക്ക് വരുമ്പോൾ നല്ല മൈലേജ് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോ നിങ്ങൾക്ക് 3 year വാറന്റിയാണ് കിട്ടുക. പിന്നെ അഡീഷണൽ 2 year കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എത്ര കോസ്റ്റ് വരുന്നത് നമുക്കത് ഡിപ്പെൻഡ് ആണ്, എഞ്ചിൻ ഡിപ്പെൻഡ് ആണ്. ഇപ്പൊ എന്തൊക്കെ കവറേജ് ആവുന്നുണ്ട് നമുക്കത് എല്ലാ കവർ നോർമൽ വാറന്റിന് നമ്മൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും വ്യത്യാസം. അതിനനുസരിച്ചിരിക്കും. എന്നാലും ഏകദേശം ഒരു 20,000 രൂപ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത്. ഓക്കെ. അപ്പോൾ 3 വർഷം ഓൾറെഡി വാറണ്ടി കിട്ടുന്നുണ്ട്. എല്ലാം 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ ഒന്നും പറഞ്ഞില്ല. അൺലിമിറ്റഡ് കിലോമീറ്റർ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യുണ്ടായി വെന്യൂവിന്റെ കാര്യങ്ങളാണ്. വെന്യൂവിന് എന്താണ് ഓഫേഴ്സ് കാര്യങ്ങളെന്നൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് എങ്ങനെയാണെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ വെന്യൂവിന് ഓഫേഴ്സ് ഇല്ല, വരുന്നില്ല. ഓക്കെ, ഓഫേഴ്സ് വന്നിട്ടില്ല. പക്ഷേ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാൻ പലർക്കും താല്പര്യം ഉണ്ടാവും. പിന്നെ വെന്യൂവിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പൊതുവെ വെന്യൂ ബുക്ക് ചെയ്തിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കിട്ടാൻ. പക്ഷെ ഇവരുടെ കയ്യിൽ ഇപ്പോൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് പോപ്പുലർ ഹ്യുണ്ടായി ഹെഡ് ഓഫീസ് ഷോറൂമിൽ ഫുൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ വണ്ടി ഉണ്ട് അല്ലേ വെന്യൂ. അപ്പോൾ വെന്യൂ വെയിറ്റിംഗ് പീരീഡിൽ ആരെങ്കിലും ബുക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തോ, നേരെ വീട്ടിലേക്ക് വണ്ടി എത്തിച്ചു. അതെ, തീർച്ചയായും. അതാണ് വെന്യൂവിന്റെ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് വെന്യൂ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാ വെന്യൂവിന്റെ കാര്യങ്ങളൊക്കെ ഓൺ റോഡ്? നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന 9.5 വെഹിക്കിൾ സ്റ്റാർട്ട് പെട്രോൾ മാനുവൽ ആണ്. അത് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 15-16 lakhs വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം 13.2 ആണ് ബേസ് മോഡൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മിഡ് വേരിയന്റ് ഈ കിടക്കുന്ന വാഹനമാണ്, അത് HX5 DCT. ഇതിന്റെ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കോസ്റ്റ് അറൌണ്ട് 18.5 കോസ്റ്റ് വരുന്നത്. 18.5 ലക്ഷം. പിന്നെ നമുക്ക് ഈ വെന്യൂവിന് ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ്. അതെ, തീർച്ചയായും നല്ല മൈലേജ് കൊണ്ടുനടക്കാൻ പറ്റും. അതെ, ക്രെറ്റന്റെ സെയിം എഞ്ചിനാണ് നമ്മൾ വെന്യൂവിൽ കൊടുക്കുന്നത്. സെയിം മൈലേജ് നമുക്ക് കിട്ടുന്നത്. മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ക്രെറ്റന്റെ അത്ര വെയിറ്റും ഉണ്ടാവില്ല, സൈസും ചെറുതാണ്. കുറച്ചും കൂടെ മൈലേജ് കിട്ടും. ക്രെറ്റനേക്കാൾ മൈലേജ് കിട്ടും. ഫുള്ളും കിട്ടും, പെർഫോമൻസ് ഫുള്ളും. ഡീസലിന്റെ പ്രൈസ് പറഞ്ഞോ നമ്മള്? ഇല്ല, ഡീസലിന്റെ പ്രൈസ് പറഞ്ഞിട്ടില്ല. ഡീസലും നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം 14 lakhs ഡീസൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീസൽ മാനുവലോ? 11.2 lakhs. 11.2. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയാണ്. 18.5 റേഞ്ചിലേക്ക് തന്നെ. ഡീസൽ മാനുവൽ ഫുൾ ഓപ്ഷനോ? ഡീസൽ മാനുവൽ ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ 16 lakhs വരുന്നത്. 16 lakhs. ഓക്കെ. അപ്പോൾ ഇതാണിപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. വെന്യൂവിന്റെ ഓഫേഴ്സ് ഇല്ല ഈ മാസം ഓഫേഴ്സ് ഇല്ല. സ്റ്റോക്ക് അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് കാത്തു നിൽക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കോൺടാക്ട് ചെയ്തു. ഓക്കെ. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാഹനം. ഒരു ന്യൂ കാർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വാഹനമാണ് ഹ്യുണ്ടായി i10 നിയോസ്. ഷോറൂം പ്രൈസ് 499. ഓൺ റോഡ് വരുമ്പോൾ 5,85,000 രൂപ വരുന്ന നിയോസ് ആണിത്. അതായത് ഇതൊരു സ്പെഷ്യൽ സ്കീമിൽ ഇറക്കിയതാണ്. ഓണത്തിന്റെ ടൈമിൽ കേരളത്തിന് വേണ്ടി മാത്രം കൊടുത്തൊരു ഓഫറാണ്. സ്പെഷ്യൽ സ്കീമിൽ ഇറക്കിയ ഒരു വാഹനമാണ്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വിളിച്ചോ. പിന്നെ തീർന്നു പോയിട്ട് പിന്നെ സങ്കടപ്പെടണ്ട. കാരണം ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ വിലക്ക് വണ്ടി എടുക്കേണ്ടി വരും. ഈ ഒരു മോഡലും ഉണ്ടാവില്ല. ഈ ബ്ലാക്ക് മോഡലും ഉണ്ടാവില്ല. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ബേസ് ഓപ്ഷൻ ആണല്ലേ വരുന്നത്? ബേസ് മോഡലാണ്. പക്ഷേ ബേസ് മോഡൽ തന്നെ കുറെ ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 4 cylinder എഞ്ചിനാണ്. സ്റ്റിയറിങ്ങോ ഗിയറോ ഒന്നും കയ്യിൽ വറക്കില്ല, വൈബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റും. ഡ്രൈവിംഗ് സുഖം ആസ്വദിക്കുന്നവർക്ക് പറ്റിയ വാഹനമാണ്. സ്റ്റാർട്ടിങ് 4 cylinder വരുന്ന വാഹനം കേട്ടോ. അപ്പോ ഇതിനിപ്പോ ഈ ഡിസ്കൗണ്ട് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഈ ഒരു മോഡൽ ശരിക്കും ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ്. നേരത്തെ ഈ ഒരു മോഡൽ ഇറങ്ങിയ 1,20,000 കൂടുതൽ ഇറങ്ങിയത്. ഇപ്പൊ ഒരു കേരളർക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ ഓണം മാസമല്ലോ, എന്തെങ്കിലും ഒരു ഹ്യുണ്ടായി ചെയ്യുന്ന വെച്ച് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. 4.9 ഷോറൂം ഉള്ളൂ. ഇത് വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല. നിങ്ങൾ അന്വേഷിച്ചോ? ഓൺലി ഇൻ കേരള. ഓക്കെ.
അപ്പോൾ നിയോസ് ചെറിയൊരു പ്രൈസിന് ഇതൊക്കെ ആകുമ്പോൾ ഫുൾ ഓണ് ഒരു നോർമൽ കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് സാലറി കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇപ്പൊ അതല്ല, ഇപ്പൊ ഇൻകം ഇല്ലാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ 95% വരെ ഓൺ റോഡ് ഫണ്ടും ചെയ്യും. ഏകദേശം ഒരു 10,000-25,000 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, വീണ്ടും i10 ഗ്രാൻഡ് നിയോസ് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ രണ്ടാമത് വീണ്ടും കാണിക്കുന്നത്. നേരത്തെ കണ്ടത് ആ ഒരു സ്പെഷ്യൽ വണ്ടി അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നോർമൽ നിയോസ് വരുന്ന ഓഫേഴ്സ് ഉണ്ട്, അത് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? അതെ, നമുക്ക് അത് സ്പെഷ്യൽ സ്കീമാണ്. അത് 1.20 ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള പ്രൈസാണ് നമ്മൾ പറഞ്ഞത്, 5.85. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? നമുക്കിപ്പോൾ ഈ നിയോസ് എറ ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻസിനും അത് ബേസ് ഓപ്ഷനാണ്. ബാക്കി അതിന്റെ മുകളിൽ വരുന്ന എല്ലാ ഓപ്ഷനും വ്യത്യാസമുണ്ട്. നമുക്ക് ആ ഒരു എല്ലാ മോഡൽസിനും 70,000 വരെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. 70,000 രൂപ വരെ ഓക്കെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അതിന്റെ മേലെ വരുന്ന ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങൾക്ക്. ഓക്കെ, ഓട്ടോമാറ്റിക് ഏതായാലും അല്ലേ? ഓട്ടോമാറ്റിക് ആയാലും മാനുവൽ ആയാലും. അപ്പൊ എങ്ങനെയാ പ്രൈസ് എങ്ങനെയാ വരുന്നത്? ബേസിന്റെ വിട്ടേക്ക് നമുക്ക് അതിന്റെ സെക്കൻഡ് ഓപ്ഷൻ തൊട്ടിട്ട് എത്ര? ശരി, നമുക്കിപ്പോ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് 7.5 lakhsലാണ്. നെക്സ്റ്റ് വേരിയൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. മാനുവലാകുമ്പോഴത്തേക്ക് ഒരു 6,50,000 രൂപ. 6 ലക്ഷം. ഓക്കെ, ഇത് ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും 10 ലക്ഷം രൂപയാണ് ഓട്ടോമാറ്റിക്കിന് വരുന്നത്. മാനുവൽ എത്ര വരുന്നത്? മാനുവലാകുമ്പോഴത്തേക്കും 950. 950 അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് i10 ഗ്രാൻഡിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് വരുന്ന വാഹനങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേത് ബേസ് ഓപ്ഷൻ മാത്രമാണ്. അതെ, ബേസ് അത് സ്പെഷ്യൽ കളറുമാണ് ബ്ലാക്ക്. ബ്ലാക്ക് വരുന്നില്ലല്ലോ ശരിക്കും. ആ മോഡൽ മാത്രമേ ബ്ലാക്ക് ഉള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, അട്രാക്ഷനും. ഓക്കെ, ബാക്കി 4 സിലിണ്ടർ വണ്ടിയാണ്, ഒന്നും പറയില്ല. പിന്നെ i20 സ്റ്റോക്ക് കയറിയില്ല ഇല്ല, നമുക്കൊരു സ്പേസ് ഫിൽഡ് ആണ്. ഇപ്പൊ എല്ലാ പ്രോഡക്റ്റ് ആയിട്ട് ഫില്ലാണ്. i20 ശരിക്കും i20 കൂടെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തത്. പിന്നെ ഇപ്പൊ i20 വരുവാണെങ്കിൽ നമുക്കിപ്പോ GST ശേഷം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് i20. ഓക്കെ, ഭയങ്കര സെയിൽ i20. അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിൽ പോലും ഇടാൻ വണ്ടി ഇല്ലാത്തത്. അത്രയും പോകുന്നുണ്ട് അല്ലേ? അത്രയും സെയിൽ ഉണ്ട്. i20 N-Line ഈ രണ്ട് മോഡൽസ് നമുക്ക് 70,000 വരെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. N-Line i20 ഓക്കെ, 70,000 വരെയുള്ള ഡിസ്കൗണ്ട് i20 ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ബേസ് ഓപ്ഷൻ്റെ എല്ലാം പറഞ്ഞു കൊടുത്തു. നമുക്ക് i20 ബേസ് വരുമ്പോഴത്തേക്ക് 7,50,000 രൂപയാണ് ബേസ് മോഡൽ. മാനുവൽ പെട്രോൾ മാനുവൽ വരും 7.5 ലക്ഷം ഓൺ റോഡ്. പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 10.2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മിഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ്. റോഡുകളിൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ശരിക്കും പറഞ്ഞാൽ സൺറൂഫ് ഉൾപ്പെടെ കൊടുക്കുന്ന പ്രൊഡക്റ്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുള്ളിൽ എത്രയാണ് വരുന്നത്? നമുക്ക് ഫുൾ ഓപ്ഷൻ മാനുവൽ വരുമ്പോഴത്തേക്കും 11.2 lakhs ആണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ 12.3 lakhs. N-Lineലേക്ക് പോകുമ്പോൾ N-Line സ്റ്റാർട്ടിങ് നമുക്കിപ്പോൾ മാനുവൽ ആണെങ്കിൽ 10.2 വരുന്നുള്ളൂ. 10.2 N-Line കിട്ടും. പിന്നെ നമുക്ക് ടോപ്പ് ആൻഡ് N-Line ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 13.4 ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മോഡൽസ് എല്ലാം കവർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. സ്പെഷ്യൽ ഓഫേഴ്സ് ഈ മാസം കേട്ടോ, 28 ഓഗസ്റ്റ് 28 ഓണം വരെയുള്ള ഓഫേഴ്സാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൊച്ചിക്കാർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. കൊച്ചിക്കാർ നമ്മളെ പറന്ന് കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓണത്തിന് തിരക്കായിട്ട് എല്ലാവർക്കും ജോലിയൊക്കെ ആയിട്ട് ചിലപ്പോൾ വരാൻ പറ്റില്ല. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വണ്ടി നോക്കാനുള്ള അസൗകര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി 9:30 വരെ ടൈമുണ്ട്. 9:30 വരെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം, അതായത് പകല് കിട്ടുന്ന അതേ ഫെസിലിറ്റി, എക്സ്ചേഞ്ചിന്റെ കാര്യങ്ങളും ലോൺ ഫെസിലിറ്റിയും എല്ലാം അതേപോലെ തന്നെ നിങ്ങൾക്ക് സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രാത്രി 9:30 വരെ. അത് ഓഗസ്റ്റ് 20th വരെയാണ് അല്ലേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓണത്തിന് മുന്നോടിയായിട്ട് കാറ് വാങ്ങുന്നവർക്ക് സമയത്തിന്റെ പ്രശ്നമില്ല. പറഞ്ഞു വരുന്നത് ഓഫീസ് ടൈമും കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, സമയത്തിന്റെ പ്രശ്നമില്ല. അപ്പോൾ 9:30 വരെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. ഈവൻ സൺഡേസും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. സൺഡേസും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, ഇവിടെ ഒന്നും വരാൻ താല്പര്യമില്ല, പുതിയ വണ്ടിയാണ്, വേറെ ഒന്നും പ്രത്യേകിച്ച് ചെക്ക് ചെയ്യാനില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുതരും. പിന്നെ വീട്ടിൽ കൊണ്ട് വണ്ടി എത്തിച്ചു തരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നിർത്താണ് ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ വീഡിയോ നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.